ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വല്ലാത്തൊരു സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സഹിക്കാൻ കഴിയാത്ത ഒരു വേദന അവന്റെ എല്ലാം മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയിലുള്ള തറാവീഹുകളും ഖിയാമുൽ ലൈലും രാവിലെയുള്ള നമ്മുടെ നോമ്പും വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധവും നമ്മളെ പടച്ച അള്ളാഹുമായി കൊണ്ടുള്ള വല്ലാത്തൊരു അഭേദ്യമായ ഒരു ബന്ധവും കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ നേരെ അള്ളാഹുവിലേക്ക് എത്തുന്നത് പോലെയുള്ള ഒരു വല്ലാത്തൊരു ഫീലിംഗും എല്ലാമായി ഈമാനിന്റെ വല്ലാത്തൊരു നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു വിശ്വാസിക്ക് സത്യത്തിൽ പെരുന്നാളിന്റെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന അതേ സന്ദർഭത്തിലും റമളാൻ കഴിഞ്ഞു പോയല്ലോ എന്നുള്ള വല്ലാത്തൊരു സങ്കടം അവന്റെ എല്ലാം മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു വിഷയം ഈ 2025 എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാൻ, പോസ്റ്റ് ഇടാൻ, അല്ലെങ്കിൽ ചില റീൽ എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ചില ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്ന ഒരു 2025 റമളാനിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് ഞാൻ എന്നിലേക്കും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും മറ്റു പല ആഘോഷങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന സന്തോഷം പോലും ഈ ഒരു റമളാനിലുള്ള ഈ പെരുന്നാളിന് നമ്മൾക്ക് തോന്നുന്നില്ല വിശ്വാസികൾക്ക്. ഏതുപോലെ ചില ആഘോഷങ്ങൾക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള യുവാക്കൾക്ക് തോന്നുന്ന സന്തോഷം, അതല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ കളർ നിറച്ചിട്ടുള്ള ഒരു ബലൂൺ പരസ്പരം എറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, പല ആഘോഷങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം സത്യത്തിൽ ഒരു പെരുന്നാളാകുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നില്ല എങ്കിൽ വല്ലാത്തൊരു ഈമാനിന്റെ ചോദ്യചിഹ്നം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ചില വർഷങ്ങൾ അല്ലെങ്കിൽ ചില നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാൾ ഹൈറായി ഇവിടെ ജീവിച്ച് മരിച്ചുപോയ സലഫുകൾ അവരെങ്ങനെയായിരുന്നു ഈ ഈദിനെ നോക്കിക്കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുത്തനെടുപ്പിട്ട് ചില പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രം നിന്നുകൊടുത്ത്, അതല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ആയിക്കൊടുത്ത്, അതിന്റെയൊക്കെ അപ്പുറത്ത് സലഫുകൾ കണ്ട ഒരു ഈദുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഈദിന്റെ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നക്കും സുംതും ലില്ലാഹി 30 യൗമ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി 30 ദിവസത്തോളം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. വകുംതും 30 ലൈല, രാത്രി 30 ദിവസം രാത്രി അല്ലാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. വഖറജതുമുൽ യൗം, ഇന്നതാ നിങ്ങൾ ഈദിന് വേണ്ടി എന്റെ മുമ്പിൽ ഇതാ സന്നിഹിതരായിരിക്കുന്നു. എന്തിന്? തത്ലിബൂന മിനല്ലാഹി യതഖബ്ബല മിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 30 ദിവസത്തിലുള്ള നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി ഈദിന്റെ സുദിനത്തിൽ നമ്മൾ ഇത് ഒരുമിച്ച് ചേർന്നു എന്നതാണ്. അവരുടെ ഈദിന്റെ ചിന്തകളിലുള്ള ഭൂരിഭാഗം ചിന്തകളും അല്ലാഹുവേ ഇത് സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതാണ് വഹബ് ബിൻ വറദ് റഹിമഹുല്ലാ അദ്ദേഹം നിൽക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പെരുന്നാളിന്റെ ദിവസം ചിരിക്കുന്നതായി കണ്ടു. വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വലിയ പ്രസക്തമായ ഒരു വാചകമാണ്. ഇൻ കാന ഹഉലായി തഖബ്ബല മിൻഹും സിയാമുഹും, ഈ ചിരിക്കുന്ന ആളുകളുടെ നോമ്പും അവരുടെ നിസ്കാരങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഫമാ ഹാദ ഫഅലു ശാകിരീൻ, അവർ ഈ ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ അത് ശുക്ർ ചെയ്യുന്നവരുടെ, അല്ലാഹു സ്വീകരിച്ചവരുടെ ചിരിയാണ്. അല്ലാത്ത പക്ഷം നഷ്ടക്കാരുടെ ചിരിയാണ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു. സഹോദരങ്ങളെ, ഈദിന്റെ സുദിനത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നൊരു പ്രാർത്ഥന പരസ്പരം കെട്ടിപ്പിടിച്ച് സലാം കൊടുത്ത്, അല്ലെങ്കിൽ ആഘോഷത്തിന് പരസ്പരമുള്ള ഒരു ആശ്ലേഷമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമല്ല. അത് തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ എന്നുള്ള ദുആ ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു വിഷയമാണ്. അൽ മുഅല്ലി ബിൻ ഫളൽ റഹിമഹുല്ലാ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കാനു യദഊനല്ലാഹി തആല 6 അശ്ഹുരിൻ അൻ യുബല്ലിഹും റമളാൻ, സലഫുകളായ ആളുകൾ 6 മാസക്കാലം അവർ ദുആ ചെയ്തത് അല്ലാഹുവേ ഈ റമളാനിലേക്ക് എന്നെ എത്തിക്കണേ എന്നതാണ്. റമളാനിന് ശേഷമോ വയദഊനഹു 6 അശ്ഹുരിൻ അൻ യതഖബ്ബല മിൻഹും, അല്ലാഹുവേ അടുത്ത 6 മാസക്കാലം റബ്ബേ ഞാൻ ഈ ചെയ്ത നിസ്കാരങ്ങൾ, രാത്രിയിലുള്ള ഖിയാമുൽ ലൈലുകൾ, അല്ലാഹു രാവിലെയുള്ള നോമ്പും തിലാവത്തുകളും ദുആകളും ദിക്റുകളും അദ്കാറുകളും എല്ലാം റബ്ബേ സ്വീകരിക്കണമെന്ന് 6 മാസക്കാലം അവർ ദുആ ചെയ്തു എന്നുണ്ടെങ്കിൽ
നാളത്തോടുകൂടി റമളാൻ മറക്കുന്ന ഉമ്മത്താണ് നമ്മൾ. നാളത്തോടുകൂടി റമളാനിലുള്ള ഇന്നലകളെ മറക്കുന്ന ഉമ്മത്തായി ഞാൻ നിങ്ങളും മാറിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. ഒരു പെരുന്നാളിന്റെ തലേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാതെയായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു ചെന്നു. ബാബു നിസ എന്ന് പറയുന്ന സ്ത്രീകൾ പള്ളിയിലേക്ക് കയറുന്ന വാതിലിന്റെ തൊട്ടപ്പുറത്തേക്കായി നിന്ന് ഏങ്ങി കരയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടല്ലേ അബൂബക്കറെ, ജനങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്, അങ്ങാടികൾ സന്തോഷങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്, താങ്കൾ എന്തിന് കരയണം? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലയോ ഉമറെ, നമ്മുടെ നിസ്കാരങ്ങൾ, റമളാനിലെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്ന് എന്ത് ഉറപ്പാണ് ഉമറെ നമ്മൾക്കുള്ളത് എന്നതാണ്. സഹോദരങ്ങളെ, ഇന്ന് ഉയരേണ്ടത് റബ്ബനാ തഖബ്ബൽ മിന്ന എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ചെയ്ത നിസ്കാരങ്ങൾ, നമ്മൾ കൊടുത്ത സ്വതക്കകൾ, നമ്മൾ നിർവഹിച്ച സിയാമുകൾ, ഇതെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഉലമാക്കൾ അതിന്റെ ഒരു ലക്ഷണം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ലക്ഷണം? റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ പിന്നീടുള്ള നാളുകളിലും അവന് തുടരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ റമളാനിലുള്ള അമലുകൾ അല്ലാഹു സ്വീകരിച്ചു എന്നതാണ് അതിന്റെ ഒരു ലക്ഷണം. സഹോദരങ്ങളെ, നാളെ മുതൽ നമ്മുടെ സ്വഫിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, നാളെ മുതലുള്ള നമ്മുടെ ഈമാനിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ എത്ര അടിയിലേക്കാണ്, പാതാളത്തിലേക്കാണ് നമ്മൾ പോവുക. അതാണ് സലഫുകൾ, അതാണ് കൗല് പറഞ്ഞത്, കുൻ റബ്ബാനിയൻ വല റമളാനിയൻ. നമ്മൾ റബ്ബിന്റെ ആളുകളാണ് ആകേണ്ടത്, അതല്ലാതെ റമളാനിന്റെ ആളുകളല്ല. റമളാൻ വരുമ്പോൾ ഈമാൻ പിന്നെ മൂർച്ഛിച്ച് തലപ്പാവിലേക്ക് എത്തുന്ന രൂപമല്ല നമ്മൾക്ക് വേണ്ടത്. അതിനുശേഷവും റമളാനിൽ എന്ന പോലെ നിർവഹിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് ബശറുൽ ഹാഫി റഹിമഹുല്ല അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അന്ന ഖൗമൻ യതഅബ്ബദൂന ഫീ റമളാൻ വയജ്തഹിദൂന ഫിൽ അഅമാൽ ഫഇദൻ സലഖ തറഖു. ചില ആളുകളുണ്ട് റമളാൻ മാസം വരുന്ന സമയത്ത് ഭയങ്കര ഇബാദത്തിലാണ്, നല്ല അമലുകൾ ചെയ്യാൻ അവർ പരിശ്രമിക്കുകയാണ്. പക്ഷെ റമളാൻ കഴിഞ്ഞു അവരത് അവർ നിർത്തിവെക്കുന്നതാണ്. അവരെ കുറിച്ച് എന്ന് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ബിഇസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. അവർക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടുള്ളത് റമളാനിൽ മാത്രമാണ്. റമളാനിൽ ഉള്ള ഒരു റബ്ബ് മാത്രമായി ചില ആളുകൾ മാറുന്നു. എന്റെ സഹോദരങ്ങളെ, നാളെ സുബഹിക്ക് ജമാഅത്തിന് വേണ്ടി എത്താൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ റമളാനിന്റെ ആളുകളാണ്, നമ്മൾ റബ്ബിന്റെ ആളുകളല്ല. നാളെ മുതൽ രാവിലെയും വൈകുന്നേരമുള്ള അധികാരികൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ റബ്ബിന്റെ ആളുകളല്ല, നമ്മൾ റമളാനിന്റെ ആളുകളായിരുന്നു. നാളെയും പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ കൈകൾ കീശയിലേക്ക് ചെന്ന് ഒരു പണം അവന് കൊടുക്കാൻ നമ്മുടെ ഈമാൻ, നമ്മുടെ ഹൃദയം സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മൾ റമളാനിന്റെ ആളുകളായിരുന്നു, റബ്ബിന്റെ ആളുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ആളുകളായി മാറാനുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും റമളാൻ തുടരണം, റമളാനിലുള്ള തഖ്വ ഇനിയും തുടരണം. ഇനിയും വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമായി മാറണം. നമ്മുടെ നാവിലൂടെ അതുകാറുകൾ ഒഴുകണം, നമ്മുടെ കണ്ണുകളിലൂടെ അല്ലാഹുവിനെ ആലോചിച്ച് കണ്ണീർ പൊഴിക്കണം. സുജൂദുകളിൽ മണിക്കൂറുകളിൽ മിനിറ്റുകളിൽ നമ്മൾ കിടക്കണം. റുകൂകളുടെ നീട്ടം നമ്മൾ നീളണം. രാത്രിയിലെ നിസ്കാരങ്ങൾക്കപ്പുറം വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ഇനിയും സുഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്തുള്ള അലാറം ഇനിയും മുഴങ്ങണം. വീണ്ടുമുള്ള രാത്രികളുടെ നിസ്കാരം ഇനിയും സുജൂദിൽ നമ്മൾ വീഴണം. അങ്ങനെ റമളാനിൽ എന്ന പോലെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലനാ ഈദുൻ, ഇന്ന് നമ്മൾക്ക് ഈദാണ്, വഗദൻ ലനാ ഈദുൻ, നാളെ നമ്മൾക്ക് ഈദാണ്, വകുല്ലു യൗമിൻ, എല്ലാ ദിവസവും നമ്മൾക്ക് ഈദാണ്, ലാ യുഅസല്ലാഹു ഫീഹി ഫഹുവ ലനാ ഈദുൻ. ഒരു ദിവസം തിന്മകൾ ചെയ്യാത്തൊരു ദിവസമുണ്ട് എങ്കിൽ അത് ഈദായിട്ട് പരിഗണിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ചില സലഫുകളെ കുറിച്ച് പറഞ്ഞത്. എന്താണ്? അവർ റമളാനിലേക്ക് കടക്കുമ്പോൾ വലിയ കർമ്മങ്ങളിൽ മാറ്റമുണ്ടാകില്ല, റമളാൻ കഴിഞ്ഞാലും കർമ്മങ്ങളിൽ വലിയ മാറ്റമുണ്ടാകില്ല. എന്താ കാരണം? റമളാനിൽ എന്ന പോലെ മറ്റു മാസങ്ങളിൽ ജീവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അമലുകൾ ചെയ്യുന്ന പോലെ അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് തഖ്വയുടെ മറ്റൊരു ഭാഗം, വതർകുൽ മൻഹിയാത്ത്, ഹറാമുകൾ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ, സഹോദരങ്ങളെ, പല ആളുകളുടെയും കാര്യം കാണുമ്പോൾ സങ്കടം വരും. കഴിഞ്ഞ ഈ അവസാനത്തെ 10ന്റെ ഒരു ദിവസത്തിൽ ഒരു പീടികയുടെ ഒരു ഷോപ്പിന്റെ പിറകിലേക്ക് മാറി
നോമ്പ് നോറ്റിരുന്ന ഒരു മനുഷ്യൻ, തറാവീഹിന്റെ നിസ്കാരത്തിന് വേണ്ടി ഇശാക്ക് വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ പള്ളിയിൽ എത്തുന്നതിന്റെ മുന്നേ ഒരു പീഡയുടെ പിറകിലേക്ക് ചെന്ന് നിന്ന് അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. സത്യത്തിൽ എത്ര സങ്കടം തോന്നി. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഹറാമിലേക്ക് ചാടാൻ വെമ്പൽ കൊള്ളു നിൽക്കുന്ന ഈ അമ്പാറ്റുകളെ പോലെ മുഅ്മിനീങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഖുർആനിൽ കാണാം, വലാ തകൂനു കല്ലതി നഖലതു ഖുസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ജാഹിലിയ കാലത്ത് ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പ്രത്യേകത എന്താ? അവളും സഹായം ചേർന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചകിരിയെല്ലാം പിരിച്ച് ശക്തമായ ഒരു കയറുണ്ടാക്കും. ഈ പെണ്ണിന്റെ വൈകുന്നേരത്തെ പണി എന്താ? തിരിച്ച് കയറ് പിരിക്കും. എന്നിട്ട് ഇതെല്ലാം ചകിരിച്ചോറാക്കി മാറ്റും. രാവിലത്തെ പണി വൈകുന്നേരം അവൾ തീർക്കും എന്നതാണ്. സഹോദരങ്ങൾ, ഇതുപോലെ ആകരുത്. 30 ദിവസത്തെ ഖിയാമുകൾ, 30 ദിവസത്തെ സിയാമുകൾ, 30 ദിവസത്തിലുള്ള തിലാവത്തുകൾ, നമ്മുടെ ദുആകൾ, സുജൂദുകൾ, റുകൂകൾ എല്ലാം അതൊരു ദിവസത്തിൽ നശിപ്പിക്കുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ എത്തരുത്. ആ സിഗരറ്റ് ആ റമദാനിന്റെ മാസത്തിൽ നമ്മൾ വലിച്ചിട്ടില്ല എങ്കിൽ, ആ ലഹരി റമദാനിന്റെ മാസം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, വ്യഭിചാരത്തിന്റെ ഹറാമിന്റെ നോട്ടം റമദാനിൽ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ, നിസ്കാരം കൃത്യതയോടുകൂടി നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, അതിലുള്ള പിഴവുകൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ, ഇനി റമദാനിന് ശേഷമുള്ള ദിവസങ്ങളിലും ആ ഹറാമിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു അവസരം നമ്മൾക്കുണ്ടാകരുത്. അതാണ് അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, അൽ മുഖ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എന്താ? യഫ്റഹു ബി ഇൻതിഹാഇ ശഹരി, റമദാനിന്റെ അവസാനത്തിൽ ഈദിന്റെ സുദിനത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ടാകും. ലിഅന്നഹു ഇസ്തഅമലഹു ഫിൽ ഇബാദത്തി വത്താഅ, അവന് കുറെ അമലുകളൊക്കെ ചെയ്തു, എന്നാൽ അവന് കാത്തു നിൽക്കുന്നതെന്താ? ഇതിന്റെ ഒരു കൂലി, ഇതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകും എന്ന സന്തോഷത്തിലാണ് അവന്റെ ഹൃദയമുള്ളത്. പക്ഷെ വൽ മുനാഫിഖു, നിഫാഖുള്ള കാപട്യമുള്ള ഒരു മനുഷ്യൻ, യഫ്റഹു, അവനും സന്തോഷിക്കും ബി ഇൻതിഹാഇ ശഹരി, ഈദിന്റെ സുദിനത്തിൽ. എന്തിന്? ലിയൻതലിക ഇലൽ മആസി വശഹവാതി അല്ലതി കാന മസ്ജൂദൻ ഫിഹാ ഫി റമളാൻ, റമളാനിൽ നിഷിദ്ധമാക്കിയ അല്ലെങ്കിൽ അവനെ അടച്ചുപൂട്ടി കീശയിലേക്ക് മടക്കി വെച്ച ഈ ഹറാമിലേക്ക് തിരിച്ചു പോകാൻ, ദേഹേച്ഛയിലേക്ക് തിരിച്ചു പോകാൻ, വീണ്ടും ഇൻസ്റ്റഗ്രാമിലുള്ള റീൽസിലുള്ള ഹറാമിന്റെ വീഡിയോകളിലേക്ക് തിരിച്ചു നോക്കാൻ, ചില ആക്ട്രസ്മാരുടെ, നടിമാരുടെ ആ നോട്ട് അവരിലേക്ക് നോക്കാൻ, നിസ്കാരം ഉപേക്ഷിക്കാൻ, നിസ്കാരത്തിന് സമയം വൈകി നിസ്കരിക്കാൻ, അതല്ലെങ്കിൽ ഹറാമുകളിലേക്ക് പോകാൻ, ലഹരി വീണ്ടും ഉപയോഗിക്കാൻ പല ആളുകളും വെമ്പൽ കൊള്ളുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്നോടെന്ന പോലെ നിങ്ങളോടും പറയട്ടെ, റമദാൻ നമ്മൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ട് എങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഹറാം നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിഹിത ബന്ധങ്ങൾ 2025 ഖുത്ബകളിലൊക്കെ അവിഹിതങ്ങളുടെ ഗൗരവം വളരെ പ്രാധാന്യത്തോടുകൂടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. 2 കുട്ടികളുള്ള ഒരു ഉമ്മക്ക് എങ്ങനെ ഒളിച്ചോടാൻ സാധിച്ചു? 3 കുട്ടികളുടെ ഒരു വാപ്പാക്ക് എങ്ങനെ ഒളിച്ചോടാൻ സാധിച്ചു? ചെറിയ ചോരക്കുഞ്ഞിനെ അവിടെ വീട്ടിൽ ഉപേക്ഷിച്ച് ഒരു പെണ്ണിനെങ്ങനെ ഇറങ്ങിപ്പോകാൻ സാധിച്ചു? സഹോദരങ്ങളെ, എല്ലാ തരത്തിലുള്ള ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കണം. ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് റമദാൻ മാസത്തിൽ പറഞ്ഞ പോലെ, ഇന്നി അന മുഅ്മിൻ, ഞാനൊരു മുഅ്മിനാണ്, അല്ലാഹ് നിരാകരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കുല്ലു യൗമിൻ ലാ യഅസില്ലാഹു ഫീഹി ഫഹുവ ഈദുൻ, ഒരു ദിവസം ഹറാം ചെയ്യാത്ത ഒരു ദിവസമുണ്ട് എങ്കിൽ അത് അവന്റെ ഈദാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിന് 5 ഈദുകൾ ഉണ്ടാകും. അല്ലാഹു അക്ബർ, 5 ഈദുകൾ ഒരു മുഅ്മിൻ ഉണ്ടാകും. ഈ 5 ഈദുകളും നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഒരു വിശ്വാസിയുടെ ഈദ് എന്താ? കുല്ലു യൗമിൻ യമുറു അലൽ മുഅ്മിനി വലാ യുക്തബ അലൈഹി ദൻബുൻ ഫഹുവ യൗമുൻ ഈദിൻ. ഒരു മനുഷ്യൻ ഒരു ദിവസം ഹറാം ചെയ്യാത്ത ഒരു ദിവസം അതിനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്റെ ഈദാണ്. സഹോദരങ്ങളെ, നല്ല മനസ്സിൽ ഹൃദയത്തിൽ കുറിച്ചു വെച്ചോളൂ, ഒരു ദിവസം ഹറാം ചെയ്തിട്ടില്ല എങ്കിൽ അതവന്റെ പെരുന്നാളാണ്. രണ്ടാമത്തെ ഈദ് എന്താണ്? രണ്ടാമത്തേത് അൽ യൗമുല്ലദി യഖ്റുജു ഫീഹി മിനദ് ദുനിയാ ബിൽ ഈമാൻ ഫഹുവ യൗമുൻ ഈദിൻ. അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ നിന്ന് വിട്ടകലാനുണ്ട്, നമ്മൾക്ക് മരിച്ചു പോകാനുണ്ട്. നമുക്ക് ജീവിക്കാനുള്ളത് ഇവിടെയല്ല. ഇവിടെ മരിക്കുന്ന സന്ദർഭത്തിൽ
ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ മരിക്കുന്ന ദിവസമുണ്ടല്ലോ അത് നമ്മുടെ രണ്ടാമത്തെ ഐദാണ്. ഒന്നാമത്തെ ഐദ് എന്താ? ഒരു ദിവസം ഹറാം ചെയ്തിട്ടില്ല എങ്കിൽ അത് അതിന്റെ ഐദാണ്. രണ്ടാമത്തേത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഒരുത്തന് സാധിക്കുന്നുണ്ട് എങ്കിൽ അതവന്റെ രണ്ടാമത്തെ ഐദാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എവിടെ എങ്ങനെ മരിച്ചാലും ഏത് സന്ദർഭത്തിൽ മരിച്ചാലും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വിശ്വാസിയുടെ ഈദ് എന്താണ്? വൽ യൗമുൽ ലദീ യുജാവിസു ഫീഹി സിറാത്ത് വയഅമലു അഹ്വാല യൗമിൽ ഖിയാമ ഫഹുവ യൗമു ഈദ്. ഒരു ദിവസം വരാനില്ലേ ഈ അത്തോളിയിലെ ഈ പള്ളിയുടെ അരികിൽ ഈ ആളുകൾ കൂടിയിരിക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾക്ക് നിൽക്കാനില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ വിവസ്ത്രനായി നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് കാര്യം എന്ത് ചെയ്യും എന്താകുമെന്നറിയാതെ സ്വർഗവും നരകവും കണ്ട് കോടിക്കണക്കിനുള്ള ആളുകൾക്കിടയിൽ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒറ്റക്കായി നമ്മൾക്കൊരു ദിവസം ഇൻഷാ അല്ലാഹ് നിൽക്കാനില്ലേ? അന്ന് ഹിസാബ് എളുപ്പമുള്ളൊരു ഹിസാബ് നേരിട്ടുകൊണ്ട് ആ സിറാത്ത് കടന്നുകൊണ്ട് അവൻ കടക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പരലോകത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്ന ദിവസം അത് അവന്റെ മൂന്നാമത്തെ ഐദാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു തആല പരലോകം നമ്മൾക്ക് എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാലാമത്തെ അവന്റെ ഐദ് എന്താ? വൽ യൗമുൽ ലദീ യദ്ഖുലു ഫീഹിൽ ജന്നത ഫഹുവ യൗമു ഈദ്. അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യട്ടെ. അവന്റെ നാലാമത്തെ ഐദ് എന്താ? അവന്റെ കാല് അവൻ സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ അത് അവന്റെ ഐദാണ്. അല്ലാഹു സഹോദരങ്ങളെ, നമുക്ക് ജീവിക്കാൻ ഇവിടെയല്ല. സലഫുകൾ പറയുന്നുണ്ട് ഭൂമിയിൽ ചില ആളുകൾ ഇരിക്കും എന്തിന്? സ്വർഗത്തിലിരിക്കാൻ. ഭൂമിയിൽ ചില ആളുകൾ നടക്കും എന്തിന്? സ്വർഗത്തിലൂടെ നടക്കാൻ. ഭൂമിയിൽ ചില ആളുകൾ സംസാരിക്കും എന്തിന്? സ്വർഗത്തിൽ നിന്ന് സംസാരിക്കാൻ. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, ആ ലോകം സജ്ജമാണ്. സ്വർഗം സത്യമാണ്. അൽ ജന്നത്തു ഹഖ്കുൻ വന്നാറു ഹഖ്കുൻ. സ്വർഗം സത്യമാണ്, തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി ആ കാലെടുത്ത് വെക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ മൗദിഉ സൗത്തിൻ, അവന്റെ ചാട്ടുമാർ വെക്കുന്ന സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ ഖൈറും മിന ദുനിയ വമാ ഫീഹാ. ഈ കാണുന്ന പളപ്പളപ്പുള്ള വിശാലമായ ദുനിയാവെന്നല്ല വേണ്ടത്, അവർ കുത്തി നിർത്താനുള്ള ഒരു വടി കുത്തി നിർത്താനുള്ള സ്ഥലം ആ സ്വർഗത്തിൽ ലഭിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ അത്തോളിയിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ ഇൻഷാ അല്ലാഹ് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് അതിന്റെ സഹായകമാണ്. ഇന്ന ഫിൽ ജന്നതി ബാബ. നോമ്പ് ഈ സ്വർഗത്തിന് ഒരു വാതിലുണ്ട്, അതിവിശാലമായ 8 കവാടങ്ങൾ. അതിലുള്ള ഒരു കവാടത്തിന്റെ പേരെന്താ? യുഖാലു ലഹു റയ്യാൻ. ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നുള്ളതാണ്. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നോമ്പ് നോറ്റ ആളുകൾ റയ്യാൻ കവാടത്തിലൂടെ അവർ സ്വർഗത്തിലേക്ക് കടക്കുമെന്നതാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിൽ വേണം ഇവിടെ കഴിഞ്ഞാൽ ഈ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ് വിചാരണ കഴിഞ്ഞ് വിശാലമായ സ്വർഗീയ സുഗന്ധങ്ങൾ മണത്തുകൊണ്ട് അതിന്റെ ആസ്വദിച്ചുകൊണ്ട് ആദ്യത്തെ കാലെടുത്തു വെക്കുന്ന ആ സെക്കൻഡ് ഉണ്ടല്ലോ സഹോദരങ്ങളെ, ദുനിയാവിലുള്ള ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ഒരു നിമിഷത്തിന് വേണ്ടി എന്നതാണ് അതിന്റെ ഉത്തരം. ഒരു മുഅ്മിനിന്റെ നാലാമത്തെ ഐദ് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകട്ടെ. അല്ലാഹുമ്മ യാ റബ്ബി ഇന്നാ നസ്അലുക്കൽ ജന്ന. ഇനി അവസാനത്തെ ഒരു വല്ലാത്തൊരു ഈദുണ്ട്. ഈ 4 ഈദുകളും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഈ നാലിനേക്കാൾ സന്തോഷം നൽകുന്ന, ഈ നാലിനേക്കാൾ മനോഹരമായ ഒരു വിശ്വാസിക്ക് ഇത്ര സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല. അഞ്ചാമത്തെ ഈദ് ഏതാ? വൽ യൗമുൽ ലദീ യൻദുറു ഫീഹി ഇലാ റബ്ബിഹി ഫഹുവ യൗമു ഈദ്. അവൻ അവന്റെ റബ്ബിനെ കാണുന്ന നിമിഷം അതവന്റെ ഈദാണ്. അല്ലാഹു അക്ബർ. സ്വർഗീയവാസികളോട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം, സ്വർഗീയവാസികളെ നിങ്ങൾക്കിനി എന്ത് വേണം? അവർ പറയും ഞങ്ങൾക്കിനി ഒന്നും വേണ്ട, ഞങ്ങൾ മുഖങ്ങൾ നീ വെളുപ്പിച്ചില്ലേ, വേണ്ടതെല്ലാം നീ നൽകിയില്ലേ, ഞങ്ങൾക്കിനി ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള മറ അല്ലാഹു നീക്കുകയും രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ അവൻ അവന്റെ റബ്ബിനെ നോക്കിക്കാണും. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 30 ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് വെച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഉറക്കം ഒഴിവാക്കിയ സുജൂദിൽ നമ്മൾ വീണത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഖിയാമുൽ ലൈൽ നമ്മൾ നിസ്കരിച്ചത്?
ആർക്ക് വേണ്ടിയിട്ടാണ് നയിച്ചുണ്ടാക്കിയ പണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും സദക്ക നൽകിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് മണിക്കൂറുകൾ നമ്മൾ ഖുർആൻ ഓതിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ വൈകുന്നേരം നമ്മൾ അധികാരികൾ നമ്മൾ ചൊല്ലിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് സുജൂദുകൾ മണിക്കൂറുകൾ നമ്മുടെ കഴുത്തിലും തലയിലും വേദനയുണ്ടായിട്ടും ആർക്ക് വേണ്ടി നമ്മൾ സുജൂദിൽ കിടന്നു? ഊരൊക്കെ വേദനയുണ്ടായിട്ടും ആർക്ക് വേണ്ടി നമ്മൾ റുക്കൂൽ കിടന്നു? ആർക്ക് വേണ്ടി ഈ ദുനിയാവിലുള്ള ജീവിതം മാറ്റിവെച്ചു? ആർക്ക് വേണ്ടി നമ്മൾ ഈ താടി വെച്ചു? ആർക്ക് വേണ്ടി നമ്മുടെ നെറിയാവിയുടെ മുകളിൽ നമ്മൾ പാൻറ് കട്ട് ചെയ്തു? ആർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു വെച്ചു? ആർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചു? ആ റബ്ബിനെ കാണുക എന്ന് പറയുന്നതിനേക്കാൾ മനോഹരമായ ഒരു മുപ്പിന് സന്തോഷം നൽകുന്ന നിമിഷം വേറെ ഏതെയാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പ് നോറ്റ് ഈ നിസ്കാരമെല്ലാം നിർവഹിച്ച് ഈ തിലാവത്തുകളെല്ലാം ഓതി ഇതെല്ലാം കഴിഞ്ഞ് അള്ളാഹിനെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ പരലോകത്തിൽ വെച്ച് കണ്ടാൽ അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് ലക്ഷ്യം, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 30 ദിവസത്തിന്റെ നോമ്പ് പോലെ ഇനിയുള്ള നാടുകൾ നോറ്റാൽ അവിടെ സ്വർഗമുണ്ട്. അള്ളാഹുവിനെ കാണാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലിസ്വാഇനി ഫർഹത്താൻ, നോമ്പ് നോറ്റാൾക്ക് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, അവന് നോമ്പ് തുറക്കുമ്പോഴുണ്ട്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കാണുമ്പോഴുമുണ്ട് എന്നതാണ്. അള്ളാഹു ആ സന്തോഷം അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തിലുള്ള ഈദിന്റെ സന്ദേശമായി എനിക്ക് എന്നോട് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ശുക്ർ ചെയ്ത് ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതാണ്. അത്തോളിയിൽ എന്തൊരു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇവിടെ ഈദ്ഗാഹിൽ സന്നിഹിതരായ ഇതേ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ? ഒരു കുഞ്ഞിനെ മരിച്ചുപോയ കഴിഞ്ഞ മാസത്തിലുള്ള ഈ ബോംബ് ബ്ലാസ്റ്റിൽ ഒരു മകൻ മരിച്ചുപോയ ഒരു ഉമ്മാക്ക് ബാക്കിയുള്ള ഒരു ചോരക്കുഞ്ഞ്, ചെറിയ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മാത്രമാണ്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പിലുള്ള ബോംബ് ബ്ലാസ്റ്റിൽ ആ കുഞ്ഞിനെ കൂടി മരിച്ച് ആ കുഞ്ഞിനും കൂടി നഷ്ടമായി. ആ ഉമ്മ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ നിന്നാണ്. സഹോദരങ്ങളെ, ചെറിയ പിഞ്ചുകുഞ്ഞിന്റെ കാലറ്റുപോയി കാലുമായിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഈ ഓടിയടുത്തൊരു വാപ്പാന്റെ ചിത്രം, അതും ഈ ഭൂമിയിലാണ്. സഹോദരങ്ങളെ, തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു വിഷയങ്ങളാണ്. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ അസ്തോളിയിൽ ഇതേപോലത്തെ അവസ്ഥ നൽകാൻ അള്ളാഹ്ക്ക് സാധിക്കുമായിരുന്നല്ലോ. അള്ളാഹ് നമ്മൾക്ക് കാത്തതല്ലേ? അതാണ് റസൂൽ പറഞ്ഞത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി, നമ്മൾ ഈ നിർഭയനായി കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ട് എങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, ഇന്ന് തിന്നാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഖീസത ലഹു ദുനിയ, ഈ ദുനിയാവെല്ലാം ലഭിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് വർത്താനം ചോദിക്കുമ്പോ അങ്ങനെ പോകുന്നു എന്ന് പറയാൻ നിൽക്കണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാഹ്, റാഹത്താണ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി എന്ന് പറയാൻ രോഗിയായ ഒരു മനുഷ്യന് വരെ സാധിക്കണം. അതിന്റെ പേരാണ് ഈമാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹുവായിക്കൊണ്ടുള്ള ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അള്ളാഹുമായിക്കൊണ്ടുള്ള ഒരു ബന്ധം. അല്ലാഹു അക്ബർ, അതൊരു വല്ലാത്തൊരു ആനന്ദമാണ്. അത് നമ്മൾക്ക് നൽകുന്ന ധൈര്യം, അതിന് ആഴം എത്രയാണ്. ആ ബന്ധം നമ്മൾ മുറിക്കരുത്. ഇപ്പോൾ അല്ലാഹുമ്മ യാ റബ്ബി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് ഈ ദുആ നേരെ 7 ആകാശങ്ങൾക്ക് മുകളിൽ ഇസ്തിവാ ചെയ്ത റഹ്മാനായ റബ്ബിന്റെ മുകളിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മൾക്ക് ഇന്നുണ്ട് എങ്കിൽ അത് ഇനിയും തുടരണം. അള്ളാഹുവായിക്കൊണ്ടുള്ള ബന്ധം അതിവിശാലമായി തന്നെ ഉണ്ടായിരിക്കണം. നിസ്കാരമായി, സുജൂദായി എല്ലാമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം. അടുത്തൊരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് 2025 തുടക്കത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ച വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം പിടിച്ച ഈ MDMA കേസിലുള്ളതും മുസ്ലിം ചെറുപ്പക്കാരന്റെ പേരാണ്. സഹോദരങ്ങളെ, നമ്മുടെ യുവത്വത്തിലുള്ള ആളുകൾ വഴിപേച്ചു പോയി എന്നതല്ല, പണ്ടുള്ളതിനേക്കാൾ ക്രിയാത്മകമായി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന യുവാക്കളാണ് അൽഹംദുലില്ലാഹ് ഇന്നുള്ളത്. പക്ഷേ അതിലൊരു ചില പേരുണ്ട്. നമ്മൾ മുതിർന്ന ആളുകളുടെ ഒരു ചെറിയ നല്ലൊരു ശ്രദ്ധ അവരിൽ വേണം. അത് കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ
ഈ ഇഅ്തികാഫിന്റെ സന്ദർഭത്തിൽ വളരെ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പിന്നെ ആളുകൾക്ക്, മുതിർന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോലത്തിൽ ഒരു സഹോദരൻ ഇഅ്തികാഫിന് വേണ്ടി വന്നു. അപ്പോ അവിടെ കൂടിയിരുന്ന ചില ആൾക്കാര് ഒരു വർത്താനം, എന്താ ഒരു കോലം, ഓനൊക്കെ പള്ളിയിലേക്കോ, എന്താ പപ്പന് ഏതാണ് ഒരു ചെങ്ങായി രാത്രി കൂടെ വന്ന്, ഇതൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ടുപോയി കിടന്നുറങ്ങി. രാത്രി 1 മണിക്ക് പോലും ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ, എങ്ങനെ പിഴച്ചു പോയി എന്ന് പറയുന്ന സോക്കോൽ ചെറുപ്പക്കാരൻ, അവൻ സുജൂദിലാണ്, മണിക്കൂറുകൾ അവൻ സുജൂദിലാണ്. അള്ളാഹു അവന് ഹിദായത്ത് നൽകട്ടെ. അതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. സ്വന്തം അംഫുസക്കും വാഹിലിക്കുനാറ, എങ്ങനെയെങ്കിലും സ്വന്തത്തിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കണം. വാഹിലിക്കും, കുടുംബത്തിനോടും സമൂഹത്തിനോടും ബാധ്യതയുണ്ട്. ലഹരിക്കെതിരെ ഒറ്റയായി ഒരുമയോടുകൂടി കൈകൾ ചേർത്ത് വെച്ച് നിൽക്കാൻ നമ്മൾക്കേവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആഘോഷമാണ്, ഇന്ന് സന്തോഷമാണ്. ആഘോഷങ്ങളുടെ പരിധി നമ്മൾ വിടരുത്. ആഘോഷങ്ങളുടെ കോലവും മറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഈദിന്റെ, ഈമാനിന്റെ, നന്മയുടെ, ഖൈറിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പരസ്പരം തഖബ്ബലല്ലാഹ് മിന്ന വമിൻകും, അല്ലാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പരസ്പരം ദുആ ചെയ്യണം. അതൊരു കേവലമായ തഖബ്ബലല്ലാഹ് എന്ന് പറയുന്ന ഒരു പിന്നെ വെറുതെ ഒരു തഖബ്ബലല്ലാഹ് അല്ല വേണ്ടത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബേ എന്റെ നോമ്പ്, എന്റെ നിസ്കാരം ഇതുപോലെ തന്നെ അനക്കുണ്ട്, ഈ ചെയ്ത പോലെ എനിക്കുണ്ട്, തഖബ്ബലല്ലാഹ് മിന്ന വമിൻകും, ഇത് ഹൃദയത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാവിധ കർമ്മങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് സ്വീകരിക്കുമാറാകണേ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പള്ളിയിലേക്കുള്ള പിരിവ് ഇൻഷാ റിലീഫിലേക്കുള്ള പിരിവ് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇന്നുണ്ട്. എല്ലാവരും അതുമായി കൊണ്ട് സഹകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ ചെയ്ത സിയാമുകൾ, രാത്രിയിലുള്ള ഖിയാമുകൾ, ഖുർആനിന്റെ തിലാവത്തുകൾ, രാത്രിയിലുള്ള പ്രാർത്ഥനകൾ, സുജൂദുകൾ, ഇതെല്ലാം ഞങ്ങൾ റബ്ബേ സ്വീകരിക്കുമാറാകണേ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത് തുടരാനുള്ള തൗഫീഖ് നൽകണമേ. ഇനി ഖുർആൻ മടക്കി വെക്കേണ്ട ദിവസങ്ങളല്ല, അമാനുബകളുടെ തഫ്സീർ 1, 2, 3 വാണങ്ങൾ അടുക്കി വെക്കേണ്ട ദിവസങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി കൊണ്ട് ഏറെ ബന്ധം പുലർത്താനും അഹ്ലുൽ ഖുർആനിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. റമളാനിൽ എന്ന പോലെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലും ജീവിക്കുവാൻ അല്ലാഹു നീ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകണേ. മനുഷ്യനാണ്, പിഴവുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളും പാപങ്ങളും അബദ്ധങ്ങളും റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന പോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകണേ. ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കാതെ സിറാത്തിലൂടെ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ അല്ലാഹ് നീ ഞങ്ങളെയും നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളെയും നീ സ്വീകരിക്കുമാറാകണേ. മരിച്ചുപോയ ആളുകളുടെ ഖബറിടം നീ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകണേ. ഏത് സ്ഥലത്ത് എങ്ങനെ എവിടെ വെച്ച് ഏത് കോലത്തിൽ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബേ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഫലസ്തീനിലുള്ള ജനതക്ക് വിജയവും സമാധാനവും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. അവിടെ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഷഹാദത്ത് അല്ലാഹ് നീ സ്വീകരിക്കുമാറാകണേ. പൊരുതാനും സഹിക്കാനും വെള്ളക്കൊഴി പാടിക്കാനും ഫലസ്തീനിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ കൊഴി പാടിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹ് നീ ഞങ്ങളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ആജാബ്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا صيامنا وخيامنا وسجودنا وركوعنا
وتلاوة قرآننا وصالح أعمالاتنا وصدقاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وجزاك الله خيرا كثيرا وبارك الله فيكم أجمعين وصلى الله على محمد وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.